My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണ്, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ. സോ ലെറ്റ്സ് സേ കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾക്കുള്ള എക്സാക്ട് മെസ്സേജ്. എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾ കേൾക്കേണ്ടത്, എന്ത് മെസ്സേജാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ശരീരം നോക്കാം. ഓക്കെ, സോ ശരീരം, മനസ്സ്. ഓക്കെ, മെയിൻലി നിങ്ങളുടെ ശരീരം, ഹെൽത്ത് കുറെ കൂടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ബോഡി ഹെൽത്ത്. ബിക്കോസ് നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളായിക്കോട്ടെ, ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ട്, വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്, ഓർ ഡിപ്രഷൻ ഫേസ് ചെയ്യുന്ന ആളുകളാണ്, വളരെ ഡീപ്പായിട്ടുള്ള ഇതുപോലുള്ള ഇമോഷനിലൂടെ നിങ്ങൾ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ലൈഫിലുണ്ടെങ്കിൽ, നിങ്ങളൊന്നും ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത്, സ്ട്രോങ് പില്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു സമയത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് അത് ബിൽഡ് ചെയ്യുന്നുണ്ട്, അല്ലെ, വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഫിസിക്കലി നല്ല രീതിയിൽ മൂവ്മെന്റ്സ് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ചില ആളുകൾ നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെ പോകുന്നതായിക്കോട്ടെ, ഇങ്ങനത്തെ ഇത് റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ ശരീരത്തിന് മാക്സിമം മൂവ്മെന്റ്സ് കൊടുക്കുക. ഇത് ഞാൻ മിക്കപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിന് എന്ത് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത്, ഇതുപോലുള്ള ഇമോഷണൽ സിറ്റുവേഷൻ കൂടെ പോകുന്ന സമയത്ത്, നമ്മുടെ ശരീരത്തിന് ആ ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവുന്ന സമയത്ത്, നമ്മൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്ന സമയത്ത്, അത് നമ്മുടെ മൈൻഡ് ഒരുപാട് റിഫ്രഷ് ചെയ്യാനും, നമ്മളുടെ തോട്ട്സ് ഒരുപാട് റിഫ്രഷ് ചെയ്യാനും, മൊത്തത്തിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഒരുപാട് ഡീപ്പായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഓർ നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടായിരിക്കണം, ഫിസിക്കലി ഫിറ്റ് ആവുന്നുണ്ട്, നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നുണ്ട്, നിങ്ങൾ എന്തിലാണോ എൻഗേജ്ഡ് ആവുന്നത്, വിച്ച് ഇസ് റിയലി ഗുഡ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ദാറ്റ്. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ അത് തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് അത് നിങ്ങൾക്ക് പ്രോഗ്രസ് കൊണ്ടു തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു റൂട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് കാണില്ല, നമ്മളൊരു ചെടിയൊക്കെ നട്ട് നമ്മൾ അതിൻ്റെ വേര് എങ്ങനെയാണ് വളരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെ. സോ അതുപോലെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് എൻഗേജ്ഡ് ആവുന്ന ചില പ്രവൃത്തികൾ. ഓക്കെ, ബട്ട് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള പ്രവൃത്തിയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ട് തരും ഭാവിയിൽ. ഓക്കെ, ഓർ നിങ്ങൾ എന്ത് പ്രവൃത്തിയിലാണ് എൻഗേജ്ഡ് ആക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്കൊരു റിസൾട്ട് തരുന്നുണ്ട്. ഓക്കെ, സോ വെരി കെയർഫുൾ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആക്ഷൻ്റെ ഒരു ജെന്യൂനിറ്റി വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം, പക്ഷെ അവിടെ നിങ്ങൾ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലോ, അല്ലെങ്കിൽ ആ ഒരു ഇന്റൻഷൻ നിങ്ങൾ ജസ്റ്റ് കീപ്പ് ചെയ്യുക. ഓക്കെ, സോ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ആയിരിക്കാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. ബട്ട് ഐ ഡോണ്ട് നോ, ഐ നീഡ് ടു ടെൽ ദിസ് മെസ്സേജ്. ഓക്കെ, ബിക്കോസ് ഒരാൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ആരും അറിയാണ്ട് പോകുന്ന അവസ്ഥയാണ് അത്. ഈവൻ നിങ്ങളുടെ ഇമോഷൻസും ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ സങ്കടം ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ, ആരും നിങ്ങളെ കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ പ്രയാസവും ആയിക്കോട്ടെ, ഓക്കെ, നിങ്ങളുടെ പ്രയാസങ്ങൾ ആരും കാണാണ്ട് പോവാണെന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാം കാണുന്ന ഒരു എനർജി അവിടെ ഉണ്ട്, ഒരു പവർ അവിടെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമായിരിക്കാം, യൂണിവേഴ്സ്, ഒരു പ്രപഞ്ച ശക്തി അവിടെ ഡെഫിനറ്റ്ലി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കാം. ഓക്കെ, ഓരോ ആക്ഷൻ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ആ കർമ്മ ഉണ്ട്, അത് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു റിസൾട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ചില ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ചില കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ശരീരം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, മസ്റ്റായിട്ട്. ഇപ്പം
നിങ്ങൾ എങ്ങനത്തെ ശരീരപ്രകൃതിയുള്ള ആളുകൾ എന്നുള്ളതല്ല, നിങ്ങൾക്ക് അതിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ലിമിറ്റേഷന് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം വേണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ആളുകൾക്ക് വെയിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു റീസൺ നിങ്ങൾ ശരീരത്തിൽ എന്തൊക്കെയോ ഒരു ലിമിറ്റേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ. പക്ഷെ നിങ്ങൾ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മ നിങ്ങളിലേക്ക് വരും. ഓക്കെ, നിങ്ങളുടെ പ്രവൃത്തി ആയിക്കോട്ടെ, ഇതുപോലുള്ള ആക്ഷൻ ആയിക്കോട്ടെ, അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ബട്ട് എപ്പോഴും മനസ്സിലാക്കുക, ദർ ഇസ് എ പവർ വാച്ചിങ് യു, ഡെസ്റ്റിനി. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളെ എന്തിലാണോ എൻഗേജ്ഡ് ആയിട്ടുള്ളത് അത് ശ്രദ്ധിക്കാൻ പറയുന്നത്. ചില ആളുകൾ വളരെ നല്ല പ്രവൃത്തിയിലാണ് നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഭാവിയിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, സി ഹൗ ഇറ്റ് ഈസ്. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു വൃക്ഷം നടുന്നതുപോലെയാണ്. ഓക്കെ, സോ അത് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഒരു ഇന്റൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഒരു ഇന്റൻസിനനുസരിച്ചിട്ടായിരിക്കാം അത് ഭാവിയിൽ സ്ട്രോങ് ആയിട്ട് വളരുന്നതും വളരാതിരിക്കുന്നതും. ഓക്കെ, സോ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യം. അത് വളരെ നല്ല ഇന്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഗൈസ്, ലൈക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാണ് നേടിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ മനസ്സിലാക്കുക നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ചില കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, what you need to hear right now. നിങ്ങൾ ഓക്കെ, സോ ഇതാണ് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ എൻഗേജ്ഡ് ആയിട്ടുള്ളത്. ഐം സോറി, ലൈക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ഇത് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്ന മെസ്സേജ് ആണ്. ബിക്കോസ് ഈ മെസ്സേജ് ആർക്കോ ഒരാൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. ഓക്കെ, ബിക്കോസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. What you need to hear right now. The waiting game. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തൊരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്, അത് പ്രോബബ്ലി ടൈം എടുത്ത് നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെ എൻഗേജ്ഡ് ആവുന്നത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്ട് ആവും, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ അറിയപ്പെടുകയോ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുകയോ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫൈനാൻഷ്യലി ഈ ഒരു സമയത്ത് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഓക്കെ, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഓർ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അതായത് നിങ്ങളുടെ തൊഴിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാവാനോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം കൊണ്ട് അറിയപ്പെടാനോ ഉള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് ഒരുപാട് പ്രശസ്തിയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം നിങ്ങളെ ഒരുപാട് അറിയപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം. ജോബിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നത് എന്നുള്ളത്, പക്ഷേ കരിയറിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സാക്രൽ എനർജി, സാക്രൽ ചക്ര. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ്, ഓക്കെ, അത് എന്ത് ഇമോഷൻസും ആയിക്കോട്ടെ, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന സ്നേഹം, നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഡിസയർസ് ആയിരിക്കാം. ഓക്കെ, വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങൾ, സന്തോഷം, സങ്കടമായിട്ടുള്ള ഇമോഷൻസ്. ഓക്കെ, ഓർ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന അഡിക്ഷൻ, അത് അതായത് നിങ്ങളുടെ ഡീപ്പ് ഡിസയർ ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു ശ്രദ്ധ വരേണ്ടതായിട്ടുണ്ട്, ഓർ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതും ആയിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സാക്രൽ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രോങ് ഡിസയർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട്
അതായത് ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനി ആയിട്ട് വരേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാക്രൽ എനർജി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചക്രയാണ്. ഓക്കെ, സോ അത് ആ ഒരു എനർജി യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ അത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേൺ ആയിരിക്കാം, നിങ്ങളുടെ അഡിക്ഷനോ ഹാബിറ്റ്സോ ആയിരിക്കാം. ഓക്കെ, സോ ഇത് ആളുകൾക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ചില ആളുകൾക്ക് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടാവുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മേലെയാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ സംഭവിച്ചതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ വളരെ സ്ട്രോങ് ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അത് നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാൾ ലൈഫിലേക്ക് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയോ ശ്രദ്ധിക്കാൻ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുക, അല്ലെ? സോ അങ്ങനത്തെ ഒരു ഡിസയർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നു, വിച്ച് ഇസ് റിയലി ഗുഡ്. ഓക്കെ, പക്ഷെ ചില ആളുകളോടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ ഉണ്ടാവുന്നത്, അഡിക്ഷൻ. ഓക്കെ, സോ നമുക്കറിയാം, നമുക്ക് ചില ആളുകളോടുള്ള ഓവർ അഡിക്ഷൻ ഡെഫിനറ്റ്ലി നമുക്ക് അത്ര നല്ലൊരു കാര്യമല്ല, അല്ലെ? ആൻഡ് ചില ആളുകളുടെ ഒരു സിറ്റുവേഷൻ കാണുന്നത്, നിങ്ങൾ എന്തിനോടാണോ അധികമായിട്ട് ഭ്രമപ്പെടുന്നത്, ആരിലാണോ ഒരുപാട് ഭ്രമപ്പെടുന്നത്, അവിടെ വേറെ ആളുകൾ ഇൻവോൾവ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കാരണം വേറെ ആർക്കെങ്കിലും ഒക്കെ സ്ട്രഗിൾ ഉണ്ടാവാനോ, അല്ലെങ്കിൽ വേറെ ആളുകൾ കാരണം നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവാനോ ഉള്ളൊരു സിറ്റുവേഷൻസ് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവും എന്നുള്ളതല്ല. ചില ആളുകൾ അങ്ങനത്തെ ഒരു പാറ്റേണിൽ കൂടിയാണ് പോകുന്നത്. ഇപ്പൊ നമുക്ക് പറയാം ട്രയാങ്കിൾ സിറ്റുവേഷൻ, തേർഡ് പാർട്ടി, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനത്തെ ചില പ്ലേസിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസയർ ആണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് ഒരാളോടുള്ള ഒരു സെക്ഷൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആയിക്കോട്ടെ, അത് സ്നേഹം ആയിക്കോട്ടെ, റൊമാൻസ് ആയിക്കോട്ടെ, അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ സാക്രൽ എനർജിയാണ്. ഓക്കെ, അതായത് നമ്മുടെ സെക്ഷൽ എനർജി. ഓക്കെ, സോ അത് വൈസായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ ഒരു കർമ്മയായിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട കർമ്മയോ, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള കർമ്മയോ, നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ഒരു ഹാബിറ്റ്, നിങ്ങളുടെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയൊരു കാര്യമാണ്. ഓക്കെ, സോ അത് ചില ആളുകൾ നല്ല രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്, ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം കേൾക്കാൻ, കുറച്ച് ഹെവി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ബട്ട് പ്ലീസ് റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ചില ആളുകൾക്ക് അത് വ്യക്തികൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, റിലേഷൻഷിപ്പ് പാറ്റേണേ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു അഡിക്ഷൻ ആണ് ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഡ്രെയിൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടൈമോ എഫേർട്ടോ എനർജിയോ അത് ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തിലാണോ ഇതുപോലെ വളരെ എൻഗേജ്ഡ് ആവുന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളത് വൈസായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് വിന്നറെ പോലെ ലൈഫ് കീഴടക്കാൻ പോവാണ്, ജീവിതം കീഴടക്കാൻ പോവാണ്. ഓക്കെ, അല്ലെങ്കിൽ ലൈഫിന്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പ്രശസ്തിയിലേക്കും നിങ്ങൾ അത്ര അറിയപ്പെടുത്താനും സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾ ഒരു വിഷമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാക്കും. അത് നല്ലതും ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ടാത്ത പ്രശസ്തിയും ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ നല്ലൊരു പ്രവൃത്തിയിലാണ് എൻഗേജ്ഡ് ആവുന്നെങ്കിൽ, ഗൈസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ അവിടെ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ഒരിക്കലും വിഷമായിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് എന്നെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള റീഡിങ് എന്നെ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കി, അങ്ങനെയല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇത് ജനറിക് റീഡിങ് ആണ്, എല്ലാവർക്കും അത് കണക്ട് ആയിക്കൊള്ളണമെന്നില്ല. ബട്ട് നിങ്ങളുടെ മേലെ എനിക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെ? സോ നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്ന മെസ്സേജ് അല്ല ഞാൻ തരേണ്ടത്. ആൻഡ് ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് റീഡർ. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ.
പക്ഷെ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട് എവിടെയോ, നിങ്ങൾക്കത് കേൾക്കാനേ പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങളത് കേൾക്കാനേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നീട് നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ സാക്രൽ എനർജി നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എങ്ങനത്തെ ഒരു പ്ലേസ്, അവിടെ ആരൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, നല്ല പ്രവൃത്തിയിലേക്ക് എൻഗേജ്ഡ് ആവുക. ബിക്കോസ് ഇത് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത്, നിങ്ങൾ നല്ല പ്രവൃത്തിയിലേക്ക് എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അറിയപ്പെടും, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ അറിയപ്പെടും. യെസ്, സച്ച് എ പവർഫുൾ വേർഡ്. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന കാര്യം നിങ്ങൾക്ക് പ്രശസ്തി കൊണ്ട് തരും. അത് എങ്ങനത്തെ പ്രശസ്തി വേണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, നല്ല കർമ്മയിലേക്ക് എൻഗേജ്ഡ് ആവുക. ബിക്കോസ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും വാച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. സോ അവിടെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യം. റൈറ്റ്, ഈ ഒരു സമയത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന പ്രവൃത്തി, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യൂ. ആ ഒരു പവർ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. എന്താണ് എക്സാക്ട്ലി വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വേണ്ടത്, നിങ്ങളുടെ ഇമോഷൻസ് എന്തിലാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ പ്രവൃത്തി ഈ ഒരു സമയത്ത് എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ചിന്തകൾ അത് വൈസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് 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 മാറ്റങ്ങൾ, അല്ലെങ്കിൽ ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതൊന്ന് ഓഫർ ചെയ്യും. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.